ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഹോണ്ടയുടെ പുതിയ 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിലേക്ക്. ഇരുചക്ര വാഹന പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന ആക്ടിവ ഇ, QC1 എന്നിവയാണ് ഉടൻ വിൽപ്പനയ്ക്കെത്തുക. ഇരു വാഹനങ്ങളുടെയും ബുക്കിംഗ് ആരംഭിച്ചു. തത്സമയ കണക്ടിവിറ്റി, കൂടുതൽ മൈലേജ്, മാറ്റിയിടാവുന്ന ബാറ്ററി തുടങ്ങിയ സവിശേഷതകളുമായാണ് ഇരു വാഹനങ്ങളും എത്തുക. കമ്പനിയുടെ ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുത്ത ഡീലർഷിപ്പുകളിൽ ആക്ടിവ ഇ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ 3 നഗരങ്ങൾക്ക് പുറമെ ഹൈദരാബാദ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ കൂടി QC1 ബുക്ക് ചെയ്യാനാകും. ബുക്കിംഗ് ഫീസായി 1000 രൂപ അടയ്ക്കണം. ഫെബ്രുവരിയിലാകും ഡെലിവറി ആരംഭിക്കുകയെന്ന് കമ്പനി അറിയിച്ചു. അതേസമയം സ്കൂട്ടറുകളുടെ വില സംബന്ധിച്ച സൂചനകൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ ഓട്ടോ എക്സ്പോയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററിയാണ് ഹോണ്ട ആക്ടിവ ഇയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫുൾ ചാർജിൽ 102 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. 5 വ്യത്യസ്ത നിറങ്ങളിലെത്തുന്ന വാഹനത്തിൽ തത്സമയ കണക്ടിവിറ്റി സാധ്യമാക്കുന്ന TFT ഡിസ്പ്ലേ ആവശ്യമായ വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഒറ്റ ചാർജിൽ 80 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന 1.5 kWh ഫിക്സഡ് ബാറ്ററി പായ്ക്കാണ് QC1ൽ ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വേഗം കമ്പനി അവകാശപ്പെടുന്നുമുണ്ട്. ഫോൺ ചാർജിങ്ങിന് USB Type E ഔട്ട്ലെറ്റ്, സീറ്റിനടിയിൽ വിശാലമായ സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയ സവിശേഷതകളുമുണ്ട്. ഈ മോഡലുകൾക്ക് 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറന്റിയും ആദ്യ വർഷത്തേക്ക് 3 സൗജന്യ സർവീസുകളും ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. യാത്രക്കാർക്കായി വിമാനങ്ങളിൽ വൈഫൈ സേവനം പ്രഖ്യാപിച്ച എയർ ഇന്ത്യ. പദ്ധതി യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്ന ആദ്യത്തെ എയർലൈനായി എയർ ഇന്ത്യ മാറും. എയർ ഇന്ത്യയുടെ ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളിൽ വൈഫൈ സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. എയർബസ് A350, ബോയിംഗ് 787-9, എയർബസ് A321 നിയോ എന്നിവയുൾപ്പെടെ വിവിധ വിമാനങ്ങളിൽ സേവനം ലഭ്യമാകും. വൈഫൈ സേവനം ഉപയോഗപ്പെടുത്തി യാത്രക്കാർക്ക് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാം. ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഡിവൈസുകളിൽ വൈഫൈ ഉപയോഗിക്കാം. വിമാനം 10,000 അടിക്ക് മുകളിൽ പറക്കുമ്പോൾ യാത്രക്കാർക്ക് ഒന്നിലധികം ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ കഴിയും. രാജ്യാന്തര സർവീസുകളിൽ നടത്തിയ പൈലറ്റ് പദ്ധതി വിജയമായതിനെ തുടർന്നാണ് പൂർണ്ണതോതിൽ സർവീസ് ലോഞ്ച് ചെയ്തത്. ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സിംഗപ്പൂർ റൂട്ടുകളിലാണ് വൈഫൈ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കിയത്. വൈറ്റ് ബോഡി എയർക്രാഫ്റ്റുകളായ എയർബസ് A350, എയർബസ് A321 നിയോ, ബോയിംഗ് B787-9 എയർക്രാഫ്റ്റുകളിലായിരുന്നു തുടക്കം. ആഭ്യന്തര സർവീസുകളിൽ തുടക്കത്തിൽ വൈഫൈ സേവനം സൗജന്യമായി നൽകാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്ന ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ മോഡൽ പ്രദർശിപ്പിച്ച് വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ. ഈ മാസം 17-ന് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് വാഹനം ലോഞ്ച് ചെയ്യുക. മാരുതി സുസുക്കി വിറ്റാര, മഹീന്ദ്ര BE6, ടാറ്റ കാർവ്, MG ZS EV, ടൊയോട്ട അർബൻ ക്രൂയിസർ EV എന്നിവയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ വരവ്. ഒറ്റ നോട്ടത്തിൽ ക്രെറ്റ പെട്രോൾ വേർഷന് സമാനമായ മോഡലിൽ എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ് എന്നീ 4 വേരിയന്റുകളാണുള്ളത്. 51.4, 42 kWh എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളുള്ള വാഹനത്തിൽ ഫുൾ ചാർജിൽ 473 കിലോമീറ്ററും 390 കിലോമീറ്ററും സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. 7.9 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡ് കൈവരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സാങ്കേതികവിദ്യ. ഇന്റഗ്രേറ്റഡ് ചാർജിംഗ് പോർട്ടും പിക്സലേറ്റഡ് ഗ്രാഫിക് ലോവർ ബമ്പറുമുള്ള ഒരു പിക്സലേറ്റഡ് ഗ്രാഫിക് ഫ്രണ്ട് ഗ്രിൽ ഇതിന്റെ പ്രത്യേകതയാണ്. എയ്റോഡൈനാമിക് സംവിധാനം, പുതിയ 17-ഇഞ്ച് എയ്റോ അലോയ് വീലുകൾ എന്നിവയാണ് മറ്റ് ഫീച്ചറുകൾ. ഐപെഡൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും വാഹനം ഓടിക്കാൻ കഴിയും. ആക്സിലറേറ്റർ പെഡൽ മാത്രം ഉപയോഗിച്ച് കാർ ത്വരിതപ്പെടുത്താനും വേഗത കുറയ്ക്കുവാനും പൂർണ്ണമായും നിർത്തുവാനും സാധിക്കും. വാഹനത്തിൽ ഡിജിറ്റൽ കീ സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട്. 8 മോണോടോൺ, 2 ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളാണ് ക്രെറ്റ EVക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുതുവർഷാഘോഷങ്ങൾക്കായി കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്തത് 1.3 ലക്ഷം പേർ. ഡിസംബർ മാസത്തിൽ മാത്രം 32,35,027 പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിലും കൊച്ചി മെട്രോ റെക്കോർഡ് വർധന നേടി.
ഡിസംബർ 31 മുതൽ പുതുവർഷ പുലർച്ചെ വരെ മാത്രം 1.3 ലക്ഷം പേരാണ് യാത്രയ്ക്കായി കൊച്ചി മെട്രോ ഉപയോഗിച്ചത്. ഡിസംബറിൽ മാത്രം യാത്രാ ടിക്കറ്റ് ഇനത്തിൽ 10.15 കോടി രൂപ വരുമാനം നേടി. മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം 29,59,685 വരുമാനം 9,24,69,402 ഈ വർഷം പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.5 ലക്ഷത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം പ്രതിദിനം 1 ലക്ഷം യാത്രക്കാരെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടിയെന്നും KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. നിരക്കുകളുടെ യുക്തിസഹമായ ഏകീകരണം, വിദ്യാർത്ഥികൾക്ക് നൽകിയ നിരക്കിളവ്, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം, കൃത്യതയാർന്ന സർവീസ്, ശുചിത്വം, ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം, യാത്രക്കാരുടെ സഹകരണം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടിക്കറ്റിംഗിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണിതെന്നും ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വാട്ടർ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. 35 ലക്ഷത്തോളം പേർ ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു. 15 ബോട്ടുകൾക്കുള്ള ഓർഡർ കൂടി ഉടൻ നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI അധിഷ്ഠിത ഗവേഷണങ്ങൾക്ക് ആക്കം പകരാൻ തിരുവനന്തപുരം CETയിൽ HPC സിസ്റ്റത്തിന് തുടക്കമായി. 2,93 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച സംവിധാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. കേരളത്തിന്റെ അഭിമാനമായ സാങ്കേതിക വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ AI ഉപയോഗിച്ചുള്ള ഗവേഷണത്തിനും സാങ്കേതിക വിദ്യാ വികസനത്തിനും സഹായകമായ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന് മന്ത്രി ഡോക്ടർ R. ബിന്ദു തുടക്കം കുറിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ കുതിച്ചുചാട്ടത്തിനൊപ്പം മുന്നോട്ടു പോകാൻ വേണ്ട അടിസ്ഥാന സൗകര്യമായ ഉയർന്ന കമ്പ്യൂട്ടിംഗ് പവർ സിസ്റ്റത്തിന്റെ ലഭ്യതയിലുള്ള കുറവിനും ഇതോടെ പരിഹാരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. BTech, MTech എഞ്ചിനീയറിംഗ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഒപ്പം ആധുനിക സാങ്കേതിക ഗവേഷണ മേഖലകളിലെ വികസനത്തിനും HPC ഉപയുക്തമാകും. മറ്റ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും സാങ്കേതിക സർവകലാശാലയിൽ പുതിയതായി തുടങ്ങിയ സ്കൂളുകൾക്കും ഈ സൗകര്യം ലഭ്യമാകും. ഇതുവഴി ഈ മേഖലയിലെ ഗവേഷണങ്ങൾക്ക് പുതിയ മാനം കൈവരുമെന്നും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വിപ്ലവകരമായ ഈ കുതിച്ചുചാട്ടം പുത്തൻ സാങ്കേതിക ഗവേഷണങ്ങൾക്കാകെ ആക്കം പകരുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ കോളേജുകളുടെ INIRF അടക്കമുള്ള റാങ്കിംഗ് നേട്ടങ്ങൾക്കും ഈ സംവിധാനം സഹായകമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 22.84 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിവിധ ലബോറട്ടറികൾക്കാണ് പുതിയ ബ്ലോക്കിൽ തുടക്കമാവുക. ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.